നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹലോ സുസാമൻ, നിങ്ങൾ ജർമ്മനിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഞാൻ ജർമ്മനിയിലേക്ക് വന്നപ്പോൾ മനസ്സിലാക്കിയ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മളൊരു പുതിയ കൺട്രിയിലോട്ട് വരുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് മാത്രം പോരാ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ ഒട്ടും പറ്റത്തില്ല. ജർമ്മനിയിലേക്ക് വരുന്നവർ മാക്സിമം നല്ല രീതിയിൽ ലാംഗ്വേജ് പഠിച്ചിട്ട് വരാൻ ശ്രമിക്കുക. ഒരു B2 ലെവലെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയത് വെച്ചിട്ട് പറയുകയാണ്, അവർ നല്ല സ്പീഡിലാണ് സംസാരിക്കുന്നത്. നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ലിസണിങ് ആണ് ഏറ്റവും നമ്മൾ പ്രാക്ടീസ് കൊടുത്തിട്ട് കയറി വരേണ്ടത്. മാക്സിമം ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നാട്ടിൽ നമ്മൾ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ പതുക്കെയാണ്, പക്ഷേ ഇവിടെ സംസാരിക്കുന്നത് വളരെ സ്പീഡിലാണ്. അപ്പോൾ നമുക്കതൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഡെയിലി ഓരോ പോഡ്കാസ്റ്റ് ഒക്കെ വെച്ച് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ലിസണിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സ്പീക്കിംഗ് ഞാനൊരു ചെറിയ സീരീസ് പോലെയാണ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുവരണം, എന്തൊക്കെ കൊണ്ടുവരണ്ട എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യും. ഇവിടെ ജർമ്മനിയിലാണ് ഉള്ളത്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഓപ്പറിനെ പറ്റി, FSJ പറ്റി, ഹൗസ് ബിൽഡിങ് എന്താണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ അത് പറഞ്ഞുതരാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം.